വളരെയധികം നാടകീയമായ രംഗങ്ങളാണ് ഇപ്പോൾ ബിഗ് ബോസ് സീസൺ 6 അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. സീസൺ 6 വളരെയധികം ദയനീയമായി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നപ്പോഴാണ് വൈൽഡ് കാർഡ് എൻട്രിയായി 6 പേർ ബിഗ് ബോസിലെത്തിയത്. അതിനുശേഷം വളരെ നല്ല രീതിയിലാണ് ബിഗ് ബോസ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴിതാ ഇന്ന് വളരെയധികം നാടകീയമായി കൊണ്ട് തന്നെയാണ് ജാസ്മിൻ പൊട്ടിക്കരഞ്ഞുകൊണ്ട് അലറി വിളിച്ച് ബിഗ് ബോസിൽ ഇരിക്കുകയും കൺഫെഷൻ റൂമിലേക്ക് എത്തുകയും പിന്നീട് അവിടെ നിന്നും പൊട്ടിക്കരയുന്ന ജാസ്മിനെയാണ് കണ്ടത്. ശേഷം ഗബ്രിയും പൊട്ടിക്കരഞ്ഞുകൊണ്ട് കുഴഞ്ഞു വീഴുകയും എല്ലാം ചെയ്തിരുന്നു. ഇപ്പോഴിതാ സൈക്കോളജിസ്റ്റിനെ കാണണമെന്ന ആവശ്യവുമായി ഗബ്രി കൺഫെഷൻ റൂമിലെത്തിയപ്പോൾ സൈക്കോളജിസ്റ്റ് ഗബ്രിയോട് സംസാരിക്കുകയാണ്. സൈക്കോളജിസ്റ്റ് ഗബ്രിയോട് പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: ഗബ്രിയെ ആരും ഫോക്കസ് ചെയ്യുകയോ ടാർഗറ്റ് ചെയ്യുകയോ ചെയ്യുന്നില്ല എങ്കിൽ താങ്കൾ അവിടെ ഒന്നും ചെയ്യുന്നില്ല എന്നാണ് അർത്ഥം. ഇങ്ങനെയൊരു ഷോ ആകുമ്പോൾ ആരെങ്കിലുമൊക്കെ ടാർഗറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ നല്ല രീതിയിലാണ് കളിക്കുന്നത് എന്ന് അവർക്ക് തോന്നുന്നുണ്ട് എന്നതാണ് അതിനർത്ഥം. പക്ഷെ താങ്കളെ ആരും ടാർഗറ്റ് ചെയ്യുന്നില്ല എങ്കിൽ നിങ്ങൾ ഒരു മോശം പ്ലെയറാണ് എന്നാണ് അർത്ഥം. അതുകൊണ്ട് തന്നെ ഗബ്രി അവിടെ ഒരു നല്ല പ്ലെയർ ആണ് എന്നും അതുകൊണ്ട് തന്നെ താൻ വിഷമിക്കേണ്ടതില്ല എന്നുമാണ് സൈക്കോളജിസ്റ്റ് ഗബ്രിയെ പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നത്. മാത്രമല്ല, ഇയാളും ജാസ്മിനും തമ്മിലുള്ള ബന്ധം എന്താണ് എന്ന് വീട്ടിലുള്ളവർ ചോദിക്കുന്നുണ്ട് എങ്കിൽ അതിന് ഞങ്ങളുടെ കയ്യിലും കൃത്യമായ ഒരു ഉത്തരമില്ല എന്നോ അറിയില്ല എന്നോ പറഞ്ഞാൽ മതി എന്നും ഞങ്ങൾ തമ്മിലുള്ളത് ഒരു അൺകണ്ടീഷണൽ ലവ് ആണെന്നും അവരെ ബോധ്യപ്പെടുത്തുക എന്ന് പറഞ്ഞുകൊണ്ടാണ് ബിഗ് ബോസിലെ സൈക്കോളജിസ്റ്റ് ഗബ്രിയോട് പറഞ്ഞത്. എന്തു തന്നെ ആയാലും ബിഗ് ബോസ് അങ്ങനെ ഒരു മറുപടി കൊടുത്തതിൽ നിന്നും നമുക്ക് വ്യക്തമാണ് ഇവരുടെ ഈ ഒരു ലവ് സ്ട്രാറ്റജിയും ബന്ധവുമെല്ലാം ഇതുപോലെ തന്നെ തുടർന്നു പോകണമെന്നാണ് ബിഗ് ബോസിൻ്റെ ഭാഗത്തു നിന്നുള്ള ആഗ്രഹമെന്നാണ് ഇതിൽ നിന്നും വ്യക്തമാകുന്നത്.